എൻ്റെ ഗുരുവായൂരപ്പ, കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരും മൂട്. അല്ല, ഇതെന്താ കഥ? ഇവിടെ എന്താ പണി? ഡിന്നർ കണ്ടില്ലേ? ക്യാൻഡിൽ ലൈറ്റ്. ടേബിളിലായിരുന്നു ഒരു വീഞ്ഞ പെട്ടി കിട്ടി. ടേബിൾ കവറിന് ഒരു ബെഡ്ഷീറ്റ്. കുറച്ച് കയറിയതാ, പക്ഷെ ഇരിക്കാൻ രണ്ട് ബെസ്റ്റ് ചാക്ക് കെട്ട്. വാ. എനിക്കൊന്നും മനസ്സിലായില്ല, ഇതെന്തിന്റെ പുറപ്പാടാ? താനിങ്ങോട്ടിരി. വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു. എന്താ, എന്നെ കൂട്ടില്ലേ? നല്ല കാര്യായി. വടക്കോർത്ത് തിണ്ടിയിലെ അടുക്കളക്കാരി പെണ്ണിന്റെ പത്താടം കഴിക്കേ. മോൻ എണീറ്റേ, ആരെങ്കിലും ഇരിപ്പ് കണ്ടാ മതി. എന്നും ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്? ഇന്ന് ഞാൻ കമ്പനി തരാം. ഒരു ദിവസം പിന്നെ ഞാൻ തനിച്ചല്ലേ? അല്ല, ഈ ജീവിതം മുഴുവൻ ഞാനുണ്ടാവും തൻ്റെ കൂടെ. ഇത് കേൾക്കുമ്പോ എന്ത് സുഖമുണ്ടെന്നറിയോ? വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിക്കുന്നേ? ഒരു പാവല്ലേ ഞാൻ? ഞാനും അതെ, പാവ. എന്തറിയാം മനുവേട്ടൻ എന്നെ കുറിച്ച്? ഇത് ബാലാമണിയാണെന്നറിയാം. ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നു. പറച്ചിലായി. ഇവളുടെ ഒപ്പം തന്നെ വേണു ഡിന്നറ്. നിന്നെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കുണ്ടോന്നറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇനി നിന്റെ സങ്കടങ്ങൾ എൻ്റേത് കൂടിയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് മറ്റേ പൃഥ്വിരാജ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പൃഥ്വിരാജ് ചെയ്ത ഭാഗം ഡാൻസ് ഒഴിച്ച് ബാക്കിയല്ല ഞാൻ കൂടെ ചെയ്യാം. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരും മൂട്. അല്ല, ഇതെന്താ കഥ? ഇവിടെ എന്താ പണി? ഡിന്നർ കണ്ടില്ലേ? ക്യാൻഡിൽ ലൈറ്റ്. ടേബിളിലായിരുന്നു ഒരു വീഞ്ഞ പെട്ടി കിട്ടി. ടേബിൾ കവറിന് ഒരു ബെഡ്ഷീറ്റ്. കുറച്ച് കയറിയതാ, പക്ഷെ ഇരിക്കാൻ രണ്ട് ബെസ്റ്റ് ചാക്ക് കെട്ട്. വാ. എനിക്കൊന്നും മനസ്സിലായില്ല,
ഇതെന്തിന്റെ പുറപ്പാടാ? താനിങ്ങോട്ടിരി. വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു. എന്താ എന്നെ കൂട്ടില്ലേ? നല്ല കാര്യായി. വടക്കോർത്ത് തിണ്ടിയിലെ അടുക്കളക്കാരി പെണ്ണിന്റെ പത്താഴം കഴിക്കേ. മോൻ എണീറ്റേ. ആരെങ്കിലും ഇരിപ്പ് കണ്ടാ മതി. എന്നും ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്? ഇന്ന് ഞാൻ കമ്പനി തരാം. ഒരു ദിവസം പിന്നെയും ഞാൻ തനിച്ചല്ലേ? അല്ല, ഈ ജീവിതം മുഴുവൻ ഞാനുണ്ടാവും തൻ്റെ കൂടെ. ഓ, ഇത് കേൾക്കുമ്പോ എന്ത് സുഖമുണ്ടെന്നറിയോ? വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിക്കുന്നേ? ഒരു പാവല്ലേ ഞാൻ. ഞാനും അതെ, പാവ. ഇത് ബാലാമണിയാണെന്നറിയാം. ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നു അറിയാം. അച്ഛനും അമ്മയും പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ. ഗുരുവായൂർ കുളിച്ചതോടെ തിരിച്ചു വന്നത് 2 വെളുത്ത തുണിക്കെട്ടുകളാ. അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു. ആശുപത്രിക്കാർ കുത്തിക്കീറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്ക് കൊണ്ടുവന്നത്. എഞ്ചലിയത് 3 പെൺകുട്ടികളാ. അവരൊക്കെയായിരുന്നു. ഞാൻ കണ്ടു ഒരു നോട്ടം. ചിന്നയിൽ വെച്ച ഭാരത്തെ ഉയരം വെക്കണേന് മുമ്പ് കിടപ്പാടം വിട്ടിറങ്ങേണ്ടി വന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ വീട്ടിലെ അടുക്കള പുറത്തായിരുന്നു ജീവിതം. ഇതിൽ ആരാണ് നല്ലോണം പെർഫോം ചെയ്തത്? ഞാനാണോ? താങ്ക്. വലിയൊരു സ്റ്റാർ ആകട്ടെ. ഭയങ്കര എക്സ്പ്രഷൻ ആകട്ടെ. ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. കൂടെ ഇരുന്ന് നമുക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് ഞാൻ ഒരു ഗ്ലിസറിൻ പോലും ഇല്ലാതെ ഞാനൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കൂടെ ഇല്ല. ഒരു ഗ്ലിസറിൻ പോലും ഇല്ലാതെ കരയാൻ പറ്റിയത് അത്രയും ഫീൽ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞു. വളരെ നന്നായിരുന്നു. അടുത്ത എപ്പിസോഡുകളും ഇതേപോലുള്ള റൊമാൻറ്റിക് എന്നെ കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വരും. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ അമ്മു ചേച്ചി എന്താ പറയാനുള്ളത് നോക്കും. വെരി ഗ്രേറ്റ് ആക്ടർ. തീർച്ചയായിട്ടും നാളത്തെ ഒരു സൂപ്പർ ഹീറോയിൻ ആവാനുള്ള എല്ലാ ടാലന്റും ശരിക്കും നമ്മൾ എല്ലാവരും മോള് പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. എവ്രി വൺ ലൈക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് എന്താ ചെയ്യുന്നത് ആ ഒരു ഫീൽ ശരിക്കും നവ്യ ചേച്ചി ചെയ്ത അതേ ഫീല് നമുക്കിവിടെ കിട്ടി. ഭയങ്കര നന്നായിരുന്നു. ടച്ച് വുഡ്, യു ആർ സോ ബ്രില്യന്റ് ആൻഡ് സോ ടാലന്റഡ്. സൗഭാഗ്യ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മോളെ സൂപ്പർ. ഇത്രയും ഡയലോഗ് എത്രയും കറക്റ്റായിട്ട് പറയുന്നു. അത് ആ ഫീൽ ഒട്ടും കളയാതെ എത്രയും ബൈഹാർട്ട് ചെയ്ത് ആ ടൈമിങ്ങിൽ മോള് പറയുന്നു. എനിക്കറിയില്ല ഇത് എന്തൊരു ടാലൻ്റ് ആണ്. യു ടുക്ക് ദിസ് ഷോ ടു നെക്സ്റ്റ് ലെവൽ, അങ്ങനെ തന്നെ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു റീച്ച് ഈ ഒരു പെർഫോമൻസോട് ഒരു ഭയങ്കര ഹ്യൂജായി വരികയാണിത്. സോ ഈ ഒരു പെർഫോമൻസ് എൻ്റെ ഇവിടെ കണ്ണ് നിറയാത്തായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയും അഭിനയം എന്ന് പറഞ്ഞാൽ അതാണ്, അഭിനയിക്കുക. മുന്നിലുള്ള ആളെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക. അത് യു ഡിഡ് പെർഫെക്റ്റ്ലി മോളെ. ഒരു ഗോൾഡൻ പെർഫോമൻസ് തന്നെയായിരിക്കും ഇത്. തീർച്ചയായിട്ടും എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണ്ടേ. ഇമ്മിണി വലിയൊരു ഫാൻ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം മോക്കൊരു വഴി തുറന്ന് മാറട്ടെ, വഴിയാകട്ടെ ഒരു സിനിമയിലേക്ക് കയറാനായിട്ടുള്ള. സത്യം. കുട്ടിയുടെ അമ്മയോടും ചോദിക്കണം എന്താ ഫീൽ ചെയ്തത്, മോളുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത്. എനിക്ക് ഭയങ്കര എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം കുറച്ച് മുന്നേ വരെ ലാസ്റ്റ് പിന്നെ ഫസ്റ്റ് നടക്കുന്ന സീനൊക്കെ പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മക്കളെ തെറ്റിക്കല്ലേ, നന്നായിട്ട് ചെയ്തോളൂ. അമ്മ സമാധാനമായിട്ടിരുന്നു, ഞാൻ ബാലാമണിയായിട്ട് വരുന്നു. പഠിക്കാനോ മിടിക്കുകയാണോ? നല്ല മിടിക്കുകയാണ്. പിന്നെന്ത് വേണം? എന്ത് വേണം? ഞാൻ അമ്മയ്ക്ക് അപ്പം കിട്ടിയൊരു വരമാണ് മോള്. ശരിക്കും നന്നായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. കരിഷ്മ ചന്ദ്രമുഖി ഫിലിമിലൊരു ഡയലോഗ് ഉണ്ട് രജനീകാന്ത് പറഞ്ഞത്, ചന്ദ്രമുഖിയ വന്ത ചന്ദ്രമുഖിയ മാറിനാർ. അതുപോലെ മോള് കരിഷ്മ ആയിട്ട് വന്നു, ദെൻ ബാലാമണിയായിട്ട് അങ്ങ് മാറി. എന്തായാലും നമുക്ക് ഇതിന്റെ റിസൾട്ട് മോക്ക് എലിമിനേഷൻ റൗണ്ടിൽ അറിയാം. എന്തായാലും എന്താ പറയുക, ഭയങ്കര ഊർജ്ജസ്വലതയായിട്ട് മുമ്പോട്ട് പോകൂ. ഭയങ്കര തകർപ്പൻ പെർഫോമൻസ് ആയിട്ട് എനിക്കും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിറ്റുകളും കാര്യങ്ങളുമായിട്ട് ഇനിയും വരൂ. ഡാൻസസ് ഒക്കെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല സംഭവങ്ങളായിട്ട് വരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, കീപ് റോക്കിംഗ്.
ഓക്കെ ഓൾ ദ ബെസ്റ്റ് കരിഷ്മ. താങ്ക് യു.